പ്രൈസ് ദ ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം എല്ലാവരും പുതിയ വർഷത്തിലാണ്. 2026 നാം കടന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളിൽ പലരും പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരാണ്. ഞാൻ വിചാരിക്കുകയാണ്, ഇതിലൊരു തീരുമാനം ഇങ്ങനെയായിരിക്കും: പാപം ചെയ്യാതിരിക്കാനുള്ള ഒരാഗ്രഹം, വിശുദ്ധിയിൽ വളരാനുള്ള ഒരാഗ്രഹം, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കാനും ദുസ്വഭാവങ്ങളും ദുശ്ശീലങ്ങളും എല്ലാം ഉപേക്ഷിച്ച് കൂടുതൽ വിശുദ്ധിയിൽ വളരാനുള്ള ഒരാഗ്രഹവും നമ്മളിൽ പലരിലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പാപം ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളവർ അറിയേണ്ട ഒരു വചനമാണ് സങ്കീർത്തനം 119 11 അവിടെ സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു: കർത്താവെ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ, പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളവർ അത് പ്രാവർത്തികമാകാൻ, അത് നിവൃത്തിയാകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, വചനം വായിക്കുക, വചനത്തിൽ വളരുക. അങ്ങനെ നമുക്ക് പാപത്തിൽ നിന്ന് ഓടിയകലാൻ, പാപത്തിൽ നിന്ന് നമ്മളെ വിമുക്തരാക്കാൻ ഈ വചനത്തിന് സാധിക്കും. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ താങ്ങാൻ, നമുക്ക് മുന്നറിയിപ്പ് നൽകാൻ, പാപത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ ഈ വചനത്തിന് കഴിയും. ആകയാൽ ഈ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാം. കൂടുതൽ കൂടുതൽ വചനം വായിക്കുകയും വചനത്തിൽ വളരുകയും ചെയ്യാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ, കോളേജിൽ പോകുന്നവർ, സ്കൂളുകളിൽ പോകുന്നവർ, ഇവരെല്ലാം പാപത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് ഓടിയകലാനും പാപം കണ്ടാൽ നോ എന്ന് പറയാനുമുള്ള ഒരു വലിയ കൃപ കൊണ്ട് നിറയാൻ വേണ്ടി അവരിലും വചനം വായന പ്രോത്സാഹിപ്പിക്കുകയും വചനത്തിൽ വളർത്തുകയും ചെയ്യാനുള്ള ഒരു അഭിഷേകം നമുക്കുണ്ടാവട്ടെ, മാതാപിതാക്കൾക്കുണ്ടാവട്ടെ. കുഞ്ഞുങ്ങളിലും വചനം നിറയട്ടെ, വചനത്തിൽ വളരട്ടെ. ഇതാണ് പാപം ചെയ്യാതിരിക്കാൻ ഉള്ള നമ്മുടെ ആഗ്രഹം നിവൃത്തിയാക്കാൻ, നമ്മൾ ആ ഒരു കൃപയിൽ വളരാനുള്ള ഒരു മാർഗം ബൈബിൾ നമുക്ക് തരുന്നത്. ആകയാൽ നമ്മുടെ ഹൃദയത്തിൽ വചനം നിറയ്ക്കാം. നാം എല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ. പാപം നമ്മളെ വിട്ടുപോകട്ടെ. പാപത്തിൽ നിന്ന് ഓടിയകലാനുള്ള വലിയൊരു ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ കരുത്ത് വചനത്തിലൂടെ നമ്മളിൽ വന്ന് നിറയട്ടെ. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ഷെയർ ചെയ്ത് മറ്റുള്ളവരെയും അറിയിക്കുക. വചനശക്തി എന്ന ഈ പേജ് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതുവർഷത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേരുന്നു. ആമേൻ.